നമസ്കാരം. ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചത് ഹരീദാബാദ് ഭീകര സംഘത്തിൽ ഉൾപ്പെട്ട ഡോക്ടർ ഉമർ മുഹമ്മദ് ആണെന്ന് ദില്ലി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഈ സ്ഫോടനത്തിൽ മരണസംഖ്യ 12 ഉയർന്നിട്ടുണ്ട്. ഹരീദാബാദ് ഭീകര സംഘം പിടിയിലായതോടെ ഇവരുടെ കൂട്ടാളിയായ ഡോക്ടർ ഉമർ മുഹമ്മദ് ആസൂത്രണം ചെയ്തതാണ് ഈ സ്ഫോടനമെന്നാണ് ഇതുവരെയുള്ള നിഗമനം. ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ കാശ്മീരിലെ വീട്ടിലെത്തിയ പോലീസ് ഉമ്മയെയും സഹോദരനെയും കസ്റ്റഡിയിലെടുത്തു. ഉമറിന് ഏതെങ്കിലും ഭീകര സംഘങ്ങളുമായി ബന്ധമുള്ളതായി അറിയില്ലെന്നും വീട്ടിൽ ശാന്ത സ്വഭാവിയായിരുന്നുവെന്നുമാണ് സഹോദരന്റെ ഭാര്യ പറഞ്ഞത്. ചെങ്കോട്ട സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിൽ തിരിച്ചറിഞ്ഞവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങി. ഇതിനിടെ സ്ഫോടനത്തിൽ മുന്നറിയിപ്പുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തി. ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത്. ഒരു സാഹചര്യത്തിലും അവരെ വെറുതെ വിടില്ലെന്നും രാഷ്ട്രത്തിന് ഉറപ്പ് നൽകുകയാണെന്നുമാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. മരിച്ചവരുടെ കുടുംബങ്ങളോട് സുപ്രീംകോടതി അനുശോചനം അറിയിച്ചു. സ്ഫോടനം ചാവേർ ആക്രമണമെന്ന് ദില്ലി പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഫരീദാബാദിലെ ഭീകര സംഘത്തെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഈ ആക്രമണത്തിന് പദ്ധതിയിട്ടതെന്നാണ് പോലീസ് പറയുന്നത്. ചെങ്കോട്ട സ്ഫോടനത്തിന് ശേഷമുള്ള സാഹചര്യം വിലയിരുത്തുവാൻ ദില്ലിയിൽ ഉന്നതതല യോഗം ചേരുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലുള്ള യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ, ദില്ലി പോലീസ് കമ്മീഷണർ, NIA DG എന്നിവർ അടക്കം ഉന്നതർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഔദ്യോഗിക വിശദീകരണം ഇന്നുണ്ടായേക്കും. ജമ്മു കശ്മീർ DGPയും ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ദില്ലി സ്ഫോടനം ഉള്ളിലച്ചുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. ഇന്നലെ രാത്രി മുഴുവൻ സ്ഥിതിഗതികൾ വിലയിരുത്തി. ഉറ്റവരെ നഷ്ടമായവരുടെ വേദന മനസ്സിലാക്കുന്നു. അന്വേഷണ ഏജൻസികൾ ആഴത്തിൽ പരിശോധിക്കും. കുറ്റക്കാരെ വെറുതെ വിടില്ലെന്നും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ഇരകൾക്ക് നീതി ഉറപ്പാക്കുമെന്നും ഉറപ്പു നൽകി. ഭൂട്ടാൻ സന്ദർശനത്തിനിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഹരീദാബാദിൽ നിന്നും അറസ്റ്റിലായ ഡോക്ടർമാരുടെ സംഘാംഗങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ അന്വേഷണം NIA ഏറ്റെടുക്കുമെന്നും വിവരങ്ങൾ പുറത്തുവന്നു. ചാവേർ ആക്രമണ സാധ്യതയാണ് അന്വേഷണ ഏജൻസിയും സംശയിക്കുന്നത്. ചാവേർ ബോംബർ എന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ ഉമ്മയും 2 സഹോദരന്മാരെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മൃതദേഹം ഇയാളുടേതാണോ എന്ന് സ്ഥിരീകരിക്കുവാൻ ഉദ്യോഗസ്ഥർ ഇവരുടെ DNA സാമ്പിൾ ശേഖരിക്കും. ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ, ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തർ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തതിന് പിന്നാലെ സ്ഫോടനത്തിൽ ഉൾപ്പെട്ട കാറിന്റെ ഉടമയായ ഉമർ പരിഭ്രാന്തനാവുകയും ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തുകയും ചെയ്തുവെന്നാണ് വിവരം. ഉമർ കാറിൽ ഒപ്പമുണ്ടായിരുന്നവരുമായി ആക്രമണം ആസൂത്രണം ചെയ്യുകയും കാറിൽ ഒരു ഡിറ്റണേറ്റർ സ്ഥാപിക്കുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഹരീദാബാദിൽ നിന്ന് കണ്ടെത്തിയ അമോണിയം നൈട്രേറ്റ് സ്ഫോടനത്തിൽ ഉപയോഗിച്ചതായും പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു.